കോഴിക്കോടൻ ഹൽവ, തലശ്ശേരി ബിരിയാണി എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ സ്ഥലത്തിനും ആ സ്ഥലത്തിൻ്റെതായിട്ടുള്ള സ്പെഷ്യൽ ഫുഡുകൾ ഉണ്ടാവും. അതുപോലെ ദിണ്ടുകലിലെ സ്പെഷ്യലാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അത് തന്നെ ബിരിയാണി. ഈ ദിണ്ടുകൽ സ്പെഷ്യൽ മട്ടൻ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുൻപ് എല്ലാവർക്കും സോൾട്ട് മാംഗോ ട്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ബിരിയാണി തയ്യാറാക്കാനായിട്ട് എല്ലോട് കൂടിയിട്ടുള്ള മട്ടനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൂടെ കുറച്ച് നെയ്യും. മട്ടൺ ഹാഫ് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഈ ദിണ്ടുകൽ സ്പെഷ്യൽ മട്ടൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ആ സ്പെഷ്യൽ ആയിട്ടുള്ള കൂട്ട് നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ജാതിക്ക, 10 കാഷ്യൂ, 2 ബേ ലീഫ്, 2 പീസ് പട്ട, 5 ഏലക്ക, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 8 ഗ്രാമ്പൂ, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 2 പീസ് ജാതിപത്രി, 2 തക്കോലം. ഇത്രയും മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ സ്പൈസി മസാല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് 15 ചെറിയുള്ളി, 15 വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബീഫ് ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി ബിരിയാണി ഉണ്ടാക്കാനായിട്ടുള്ള അരി ഞാനിവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 ഗ്ലാസ് പ്രീമിയം കൈമ റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കൈമയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാല അരിയോ എടുക്കാവുന്നതാണ്. ഇനി ബിരിയാണിയിലേക്ക് ചേർക്കേണ്ട മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി 3 ടേബിൾ സ്പൂൺ തൈര്, 1 കൈപ്പിടി അളവിന് പുതിന, 1 ടേബിൾ സ്പൂൺ കല്ലുപ്പ്, ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 കൈപ്പിടി അളവിൽ മല്ലിയില. ഇനി നമ്മുടെ ബിരിയാണി തയ്യാറാക്കാനായിട്ടുള്ള പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമ്മൾ ആദ്യം അരച്ചു വെച്ച ആ മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇനി പൊടിച്ചെടുത്ത സ്പൈസസിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഞാൻ ഇതിലേക്ക് കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. എല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഹാഫ് കുക്ക് ചെയ്ത് വെച്ച മട്ടൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ശേഷം തൈരും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ പുതിനയും മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം.
അടുത്തതായിട്ട് മട്ടൻ വേവിച്ച വെള്ളം, അതായത് മട്ടൻ സ്റ്റോക്ക് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച കൈമ പ്രീമിയം റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. റൈസ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ എത്രയാണോ അരി എടുത്തത് അതേ അളവിൽ തന്നെ ചൂടുവെള്ളം എടുത്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 ഗ്ലാസ് ചൂടുവെള്ളവും നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മുകളിൽ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി ഒരു 20 to 25 മിനിറ്റ് ഞാൻ റൈസ് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. മുകളിൽ നെയ്യൊക്കെ ഊറി റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദമ്മിടാം. ഗ്യാസ് സ്റ്റൗവിൽ ചിരട്ട കത്തിച്ചിട്ടാണ് ഞാൻ ഇവിടെ കണലുണ്ടാക്കിയെടുത്തത്. ഒരു അരമണിക്കൂർ നമ്മൾ ദമ്മിട്ട ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അങ്ങനെ ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മളുടെ മസാലയുടെ ഫ്ലേവർ എല്ലാം ഈ റൈസിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് തന്നെ വരുന്നുണ്ട്. നമ്മളുടെ വീട്ടിൽ നോർമലി ഉണ്ടാക്കുന്ന ബിരിയാണി അല്ലാതെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു ചേഞ്ച് ആവും, കഴിക്കാനും അടിപൊളിയായിരിക്കും. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ ദിണ്ടുകൽ മട്ടൻ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ സ്മെല്ലും കളറും എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചൂടോടെ എടുത്ത് ഈ ബിരിയാണി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.